നമ്മുടെ അടുക്കളയിലുള്ള ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ഉലുവ എന്നുള്ളത്. പല ആളുകളും ഔഷധമായിട്ടും അല്ലെങ്കിൽ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഉലുവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഉലുവയുടെ ഔഷധ ഗുണങ്ങളും അത് നമുക്ക് എന്തൊക്കെ കാര്യത്തിന് നമുക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, മെഡിക്കെയർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻ്റാണ്. ഉലുവ നമുക്കറിയാം എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ഭക്ഷണമാണ്. വളരെ ലളിതമായിട്ട് നമ്മൾ കറികളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് ഉലുവ എന്നുള്ളത്. ഉലുവ ചെടിയിൽ നിന്നുള്ള അതിൻ്റെ സീഡ്സാണ് നമ്മളത് കറികളിലും ഇതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. പലപ്പോഴും ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലൊക്കെ ഫെനുഗ്രീക്ക് എന്നുള്ള മെഡിസിൻസ് നമുക്ക് പല അസുഖങ്ങൾക്കും നമ്മൾ നൽകാറുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും ലളിതമായി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈ ഉലുവയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഡയബറ്റിസ് അഥവാ നമ്മുടെ പ്രമേഹ രോഗത്തിന്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഡയബറ്റിസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഉലുവ നമ്മൾ കുതിർത്തിട്ട് നനച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പൊടി എടുത്തിട്ട് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുകയോ അല്ലെങ്കിൽ അത് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ കറികളിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഉലുവ സഹായിക്കുന്നു എന്നുള്ള പല പഠനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനും അത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതശൈലി രോഗമായിട്ടുള്ള ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലുള്ള ആളുകളൊക്കെ ഉലുവ നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്നത് വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉലുവ നമുക്ക് ഡയബറ്റീസ് എന്നുള്ള പ്രശ്നത്തിന് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെയുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ജീവിതശൈലിയിലുള്ളൊരു പ്രശ്നമാണ് PCOD ഇന്ന് വളരെയധികം കൂടുതലാണ്. PCOD ഉള്ള രോഗികൾ ഇതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയുടെ കുറവൊക്കെ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇത്തരം രോഗികളിലും ഹോർമോൺ തകരാറുകൾ കറക്റ്റ് ചെയ്യപ്പെടാനും നമുക്ക് ഈ ഒരു ഉലുവ കഞ്ഞിയായിട്ടോ ഉലുവയായിട്ടൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം PCOD ഉള്ള കണ്ടീഷൻസിൽ ഹോർമോൺ തകരാറുകൾക്ക് നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നീട് ഹെയറുകളിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ അതുപോലെ താരൻ പോലെയുള്ള കണ്ടീഷനിൽ ഉലുവ പാക്ക് ചെയ്തിട്ട് നമുക്ക് ഉലുവ തലേന്ന് നനച്ചിട്ട് ജസ്റ്റ് പേസ്റ്റ് ആക്കിയിട്ട് എക്സ്റ്റേണലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ പലപ്പോഴും താരന് പോലെയുള്ള മുടി കൊഴിച്ചിൽ പോലെയുള്ള മുടി വളർച്ചക്കൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ഉലുവ എന്നുള്ളത്. അതിൽ ധാരാളം ആൽക്കലോയിഡ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബേഴ്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് ഉലുവ എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തലയിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് സ്കിൻ ഗ്ലോ ചെയ്യാൻ അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജി, ഇറിറ്റേഷൻസിനൊക്കെ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻറ്റേർണലി നമുക്ക് ഉലുവ ഉൾപ്പെടുത്തി കഴിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ പ്രതിരോധശേഷി ഇമ്പ്രൂവ് ചെയ്യാൻ പലപ്പോഴും പല അസുഖങ്ങളിലും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളിലൊക്കെ പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളിൽ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾക്ക് മരുന്ന് സ്ഥിരമായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളിലൊക്കെ ഉലുവ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ അവരുടെ പ്രതിരോധശേഷി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉലുവ സഹായിക്കും എന്നുള്ളതാണ്. പിന്നീട് പുരുഷ ലൈംഗിക പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ഉദാഹരണ പ്രശ്നങ്ങളിലുള്ള ആളുകളിലൊക്കെ പലപ്പോഴും ഈ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് ഇമ്പ്രൂവൈസ് ചെയ്യാനൊക്കെ ഇത്തരം ഉലുവ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ പലപ്പോഴും എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പിന്നീട് നമ്മുടെ ഭക്ഷണത്തിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉലുവ നല്ലൊരു പരിഹാരമാണ്. പലപ്പോഴും നമ്മൾ വയറുവേദന ഉണ്ടാകുമ്പോൾ, വയറ് ബ്ലോട്ടിങ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും നാടൻ രീതിയിൽ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഉലുവ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക എന്നുള്ളത്. പലപ്പോഴും അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കാണാറുണ്ട്. പിന്നീട് അതുപോലെ തന്നെ വയറുവേദന ഉണ്ടാകുന്ന മറ്റു കണ്ടീഷൻ, പ്രത്യേകിച്ച് ഡിസ്മെനോറിയ പോലെയുള്ള കണ്ടീഷൻ, സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ വേദനകളിൽ പലപ്പോഴും ഈ ഉലുവയുടെ വെള്ളം വളരെയധികം സഹായിക്കാറുണ്ട്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ചില മിനറൽസൊക്കെ വളരെയധികം ആ ക്രാംസ് കുറക്കാനും സ്ത്രീകളിൽ ഉണ്ടാകുന്ന വേദന കുറക്കാനും വയറുവേദനയൊക്കെ വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് ലളിതമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദാർത്ഥം കൂടിയാണ് ഈ ഉലുവ എന്നുള്ളത്. പിന്നീട് ഉലുവയുടെ ഒരു ഉപയോഗം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട്, അനാവശ്യമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് നമുക്ക് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടാവും. ഈവൻ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് പോലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കെട്ടിക്കിടക്കുന്ന ഇൻഫ്ലമേഷൻസ് നീർക്കെട്ട് കാരണമാവും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെയൊക്കെ തടുക്കാൻ ഈ ഉലുവക്ക് കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് നമുക്ക് അമിതമായിട്ട് നമുക്ക് ഈ കൊഴുപ്പുകളെ കുറക്കാനും അല്ലെങ്കിൽ കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് കുറയാനൊക്കെ ഉലുവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒബസിറ്റി മാനേജ്മെൻറ്റിന് അതുപോലെ അമിതവണ്ണമുള്ള ആളുകളിലൊക്കെ നമുക്ക്
വളരെയധികം എഫക്റ്റീവായിട്ട് ഉലുവയുടെ ഉപയോഗം നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹൈ കൊളസ്ട്രോൾ, നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് LDL പോലെയുള്ള ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ കാർഡിയക് ആരോഗ്യത്തിൻ്റെയും നമ്മുടെ രക്തത്തിൻ്റെ പമ്പിങ്ങിനെയൊക്കെ വളരെയധികം കുറക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം LDLൻ്റെ അളവിനെ കുറക്കാനും അതുപോലെ ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ഇത്തരം പദാർത്ഥങ്ങൾ ഈ ഒരു ഉലുവ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വളരെ നമ്മുടെ ഹെഡ് തൊട്ട് ഫൂട്ട് വരെയുള്ള പല അവയവങ്ങളെയും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ഔഷധ ഗുണമുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ഒരു ഉലുവ ഉള്ളത്. നമ്മൾ ഉലുവ കഞ്ഞി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഉലുവ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ കുടിക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഉലുവ പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. പിന്നീട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതിരോധ ശേഷി, പലപ്പോഴും പല അസുഖങ്ങളുടെയും കാരണങ്ങൾ ഈ പ്രതിരോധക്കുറവായിരിക്കാം. അപ്പോൾ ഈ പ്രതിരോധക്കുറവിനെ മാനേജ് ചെയ്യാനും അത് നമുക്ക് ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉലുവ ഉൾപ്പെടുത്തുന്നത് മൂലം പ്രതിരോധ ശേഷിയെ ഇംപ്രൂവൈസ് ചെയ്യാൻ അത് സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നീട് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളിൽ പാലുൽപാദനം കൂട്ടാൻ ഈ ഉലുവയുടെ വെള്ളം അല്ലെങ്കിൽ ഉലുവ കഞ്ഞികളൊക്കെ വളരെയധികം സഹായിക്കാറുണ്ട്. ഇപ്പോൾ പാല് കുറവുള്ള സ്ത്രീകളിലൊക്കെ ഉലുവ ഇട്ടിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പലപ്പോഴും ഈ പ്രസവരക്ഷയിലൊക്കെ സ്ത്രീകൾ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ എന്നുള്ളത്. അപ്പോൾ ഇത് പാലിൻ്റെ ഗുണം കൂട്ടാനും പാലിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് നാടൻ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ചർമ്മ സംരക്ഷണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, ചർമ്മത്തിൽ ഉണ്ടാകുന്ന അലർജികൾക്ക് ചൊറിച്ചിലിനൊക്കെ നമുക്ക് കുറക്കാനൊക്കെ ഈ ഉലുവ നമ്മളെ സഹായിക്കാറുണ്ട്. പിന്നീട് ഹൈ ബി പി, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു LDLൻ്റെ അളവ് കുറക്കാൻ എന്നുള്ളത്. ഈ ഒരു LDLൻ്റെ അളവ് കുറയുന്നതോടൊപ്പം തന്നെ BP-യുടെ അളവ് കുറക്കാനും വളരെയധികം ഇത്തരം ഉലുവ സഹായം ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് BP-ൻ്റെ അളവും കുറവ്. അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗമായിട്ടുള്ള പ്രമേഹമായിക്കോട്ടെ, പ്രഷറായിക്കോട്ടെ, PCOD ആയിക്കോട്ടെ, അമിതവണ്ണമായിക്കോട്ടെ, ഇത്തരം എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള ഒരു ഒറ്റമൂലിയായിട്ട് നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉലുവ അഥവാ ഫെനുഗ്രീക്ക് എന്നുള്ളതാണ്. ഇത് പല ആളുകളും ഭക്ഷണത്തിൽ ഒഴിവാക്കാറാണ്. സാധാരണ അതിൻ്റെ ടേസ്റ്റ് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പലപ്പോഴും ഒഴിവാക്കാറാണ്. പക്ഷേ നമ്മൾ ഭക്ഷണത്തിൽ ഇത് കൂടി ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇത്തരം സ്പൈസസൊക്കെ വളരെയധികം വില പിടിച്ചിട്ടാണ് പുറത്തുള്ള ആളുകളൊക്കെയാണ് ഇത് കൂടുതൽ നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത്. നമുക്ക് നല്ല പ്രൊഡക്റ്റുകളും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഏറ്റവും നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മഞ്ഞൾ, ഇഞ്ചി, ഫെനുഗ്രീക്ക് പോലെയുള്ള ധാന്യങ്ങളെല്ലാം. ഇതൊക്കെ പലപ്പോഴും ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാതെ മറ്റുള്ള രാജ്യക്കാരാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒന്നാണ്. നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റുകയാണ്, ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും മരുന്നുകളുടെ ഉപയോഗം തന്നെ നമുക്ക് പലപ്പോഴും കുറക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊരു മരുന്നിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് അല്ല, പക്ഷേ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും നല്ലൊരു ഭക്ഷണമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. പിന്നെ ഇത് എപ്പോഴും ഒഴിവാക്കണം, ഏത് സമയത്ത് നമ്മളത് കഴിക്കരുത് എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഗർഭിണിയായ ആളുകളിൽ ഇത്തരം ഉലുവ അമിതമായിട്ട് കഴിക്കുന്നത് യൂട്രൈൻ കൺട്രാക്ഷൻസ് സാധ്യമാകുകയും അത് ചിലപ്പോൾ പ്രസവം നേരത്തെയാക്കാൻ, അത് കുട്ടിയുടെ വളർച്ചയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മളത് ഒഴിവാക്കുക. അല്ലാത്ത സാഹചര്യത്തിലൊക്കെ നമുക്കിത് ധൈര്യമായിട്ട് കഴിക്കാവുന്ന, വളരെ ചീപ്പായിട്ട് ഇൻഎക്സ്പെൻസീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലളിതമായിട്ടുള്ളൊരു ഭക്ഷണ പദാർത്ഥമാണ്. അതുപോലെ തന്നെ ഉലുവയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഗുണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് മലബന്ധത്തിന്. ഇപ്പോൾ സാധാരണ കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്ന ആളുകളിൽ പല കാര്യങ്ങൾ അവർ ചെയ്യും, പലപ്പോഴും അതിനൊരു റിസൾട്ട് അവർക്ക് കിട്ടാറില്ല. അപ്പോൾ മലബന്ധം കുറക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ 1-2 സ്പൂൺ ഉലുവ ഇട്ടിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും അത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിൽ മലബന്ധത്തിൻ്റെ അളവ് കുറയുന്നത് കാണാറുണ്ട്. കാരണം ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൽ പ്രോട്ടീൻസ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അപ്പോൾ ധാരാളം ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മലബന്ധം വളരെ പ്രയാസം കുറക്കാനും മലം വളരെ കൃത്യമായിട്ട് പോകാനും, അതോടൊപ്പം തന്നെ പൈൽസ് പോലെയുള്ള രോഗങ്ങളിൽ, മൂലക്കുരുൾ പോലെയുള്ള രോഗങ്ങളിൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കാവുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ മലബന്ധം കുറക്കും, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറക്കും, അതുപോലെ തന്നെ നമ്മുടെ രക്തയോട്ടം കൂട്ടും, അതുപോലെ BP-യുടെ അളവ് കുറക്കും, ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ കുറക്കും, അതുപോലെ നമ്മുടെ സ്കിന്നിന് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നമ്മുടെ ഹെയറിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നമ്മുടെ സെക്ഷൽ ഹെൽത്തിന് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ഗുണങ്ങളുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഒന്നാണ് നമ്മുടെ ഫെനുഗ്രീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ധൈര്യമായിട്ട് നമുക്ക് ഉൾപ്പെടുത്തി നമ്മുടെ ദഹനത്തിലൊക്കെ
നമ്മുടെ ഭക്ഷണത്തിലോ ഭക്ഷണ ചിട്ടയിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി കഴിക്കാവുന്ന ഒന്നാണ്. പിന്നീട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു നല്ലൊരു ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡി ഡീടോക്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷണമാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അനാവശ്യമായിട്ടുള്ള ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിനെയൊക്കെ ബ്ലഡിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാനും നമുക്ക് സ്ഥിരമായിട്ട് ഈ ഉലുവ ഉപയോഗിക്കുന്ന ആളുകളിൽ ഗുണം കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് അത് കഴിക്കാതിരിക്കുക. 1-2 സ്പൂണോ കുറഞ്ഞ ഗ്രാമിൽ മാത്രം നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഉലുവയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്തരം വിവരങ്ങൾ നിങ്ങളുടെ ആളുകളുമായിട്ട് നിങ്ങളൊന്ന് പങ്കുവെക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവെക്കുക. ഈ ഉലുവയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10-15ഓളം ഹെൽത്ത് ബെനിഫിറ്റാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലോ ഈ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി, നമസ്കാരം.